ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ളത് കൂടെയാണ്. സോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഐ ആം ഇൻ ദ ട്രെയിൻ ആണോ ഓൺ ദ ട്രെയിൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ സെന്റൻസ്. ഓക്കെ, ഇൻ ദ ട്രെയിൻ എന്ന് പറയുന്നവരുമുണ്ട്, ഓൺ ദ ട്രെയിൻ എന്ന് പറയുന്നവരുമുണ്ട്. അപ്പൊ അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ പറയേണ്ടത് ഓൺ ദ ട്രെയിൻ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നല്ലേ, അപ്പൊ ട്രെയിനിന്റെ മുകളിൽ എന്നുള്ളൊരു അർത്ഥമല്ലേ അതിന് വരുന്നേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും പറയുന്നത് ഓൺ ദ ട്രെയിൻ എന്നുള്ളത് തന്നെയാണ്. അതായത് വളരെ സിമ്പിളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഇരുന്നു കൊണ്ടും എണീറ്റ് നിന്നുകൊണ്ടും നടന്നുകൊണ്ടും എല്ലാം യാത്ര ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ കൈൻഡ് ഓഫ് വാഹനങ്ങളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ഒരിക്കലും ഇൻ ദ ട്രെയിൻ എന്നപ്പോൾ പറയരുത്, ഓൺ ദ ട്രെയിൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, വേറെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ബസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും നടന്നുകൊണ്ടും ഒക്കെ യാത്ര ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ ബസ്സിന്റെ കാര്യം പറയുമ്പോഴും ഓൺ ആണ് പറയുന്നത്. ഐ ആം ഓൺ ദ ബസ്, ഐ എം ട്രാവലിംഗ് ഓൺ ദ ബസ്. അതുപോലെ തന്നെ ഐ എം ട്രാവലിംഗ് ഓൺ ദ ഫ്ലൈറ്റ്, ഐ എം ട്രാവലിംഗ് ഓൺ ദ ഷിപ്പ്. ഇങ്ങനെ നിന്നും ഇരുന്നും ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഓൺ ആണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇൻ ദ ട്രെയിൻ അല്ല, ഓൺ ദ ട്രെയിൻ ആണ്. ഇൻ ദ ബസ് അല്ല, ഓൺ ദ ബസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇൻ ദ ഫ്ലൈറ്റ് അല്ല, ഓൺ ഫ്ലൈറ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇൻ ദ ഷിപ്പ് അല്ല, ഓൺ ദ ഷിപ്പാണ് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എപ്പോഴാണ് ഇന്ന് നമ്മൾ പറയുന്നത്? ഇൻ ചില വാഹനങ്ങളുടെ കൂടെ യൂസ് ചെയ്യാം അല്ലേ. അതായത് നമുക്ക് ഇരുന്നു കൊണ്ട് മാത്രം, കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് മാത്രം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ചില വാഹനങ്ങളുണ്ട് അല്ലേ. അതായത് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാർ, ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ നമുക്ക് ഇരുന്ന് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ ആണ്. ഐ എം ട്രാവലിംഗ് ഇൻ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഐ എം ട്രാവലിംഗ് ഇൻ എ കാർ എന്നുള്ള രീതിയിൽ പറയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ചെറിയ വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺ യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാ വരിക? അത് നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ, അതായത് നമ്മുടെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ, സൈക്കിൾ, ഇങ്ങനെയുള്ള ചില വാഹനങ്ങളുടെയൊക്കെ മുകളിൽ കയറി ഇരുന്നാണ് നമ്മൾ യാത്ര ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. സോ ഐ ഹോപ്പ് ദ ടോപ്പിക് ഇസ് ക്ലിയർ. അതായത് വലിയ വാഹനങ്ങൾ, നമുക്ക് നിന്നും ഇരുന്നും നടന്നും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇരുന്ന് മാത്രം യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ചില വാഹനങ്ങളുടെ മുകളിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യും, ബൈക്ക് പോലെയൊക്കെ, അപ്പോൾ നമ്മൾ ഓൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ടോപ്പിക് ആൻഡ് ഐ ഹോപ്പ് ദ ടോപ്പിക് ഇസ് ക്ലിയർ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.